ഏവർക്കും നമസ്കാരം. ഇന്നലെ ഐഡന്റിറ്റി എന്ന പുതിയ ഒരു നമ്മുടെ ടൊവിനോ തോമസിന്റെ വളരെ മികച്ച ഒരു മൂവി കണ്ടു. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി. 2025 ആദ്യം റിലീസ് ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ നേരത്തെ ഫോറൻസിക് എന്ന സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച അഖിൽ പോൾ അനസ് ഖാൻ രചനയും സംവിധാനവും ചെയ്ത് ടൊവിനോ തോമസ് മെയിൻ റോളിലെത്തിയ ഈ ഐഡന്റിറ്റി എന്ന സിനിമ തികച്ചും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തോന്നി. കാരണം എനിക്ക് ഏറ്റവും അതിൻ്റെ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മേക്കിംഗ് ആണ്. വളരെ കെട്ടുറപ്പോടുകൂടിയുള്ള ഒരു മേക്കിംഗ് ആയിരുന്നു അതിൻ്റെ എന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഈ നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ഒരു നായകൻ ചെയ്യുന്നത് വളരെ റയറായിട്ടാണ് കാണുന്നത്. അപ്പം തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും നായകന്മാർ പോകും എന്നൊരു കോമൺ ക്ലീഷ ഇതിലുണ്ടെങ്കിൽ പോലും അതിനെ വളരെ മികച്ച രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ സിനിമറ്റോഗ്രാഫി ആണെങ്കിലും അതിൻ്റെ സംഗീതവും ചെയ്തിരിക്കുന്നത്. സിനിമറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന അഖിൽ ജോർജ് വളരെ മികച്ച രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ എഡിറ്റിംഗ്. ചാമൻ ചാക്കോ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നത് തന്നെയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നി. ആദ്യം തന്നെ സിനിമ തുടങ്ങുമ്പോഴേ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് വളരെ കൃത്യമായിട്ട് ടൊവിനോ തോമസ് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പ്രേക്ഷകർക്ക് നമുക്ക് നല്ല രീതിയിൽ കാണാനും പറ്റും. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടറൈസേഷൻസ് അദ്ദേഹത്തിന് മാറുമ്പോഴും ഇദ്ദേഹം ഇതിലൊരു സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അഭിനയമുണ്ട്. അത് കഴിഞ്ഞ് ക്യാരക്ടർ അതായത് സിനിമ മുമ്പോട്ട് പോകുമ്പോൾ പല തരത്തിലേക്ക് അദ്ദേഹം ചേഞ്ച് ഓവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ദൃശ്യാവിഷ്കരണം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ മേക്കിംഗ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതാണ് എന്നെ കൂടുതൽ ത്രസിപ്പിച്ചതും. അതുപോലെ തന്നെ ചില ഫൈറ്റിംഗ് സീൻസ് അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഒരു സ്ത്രീകൾ വന്ന് ഫൈറ്റ് ചെയ്യുന്ന, അതും വിമാനത്തിന്റെ അകത്ത് വന്ന് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വളരെ റെയറായിട്ടോ അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതില് വില്ലൻ വേഷം ചെയ്യുന്ന വിനയ് റോയ്, അദ്ദേഹം മികച്ച ഒരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അതേപോലെ മലയാളത്തിൽ വളരെ സുപരിചിതമായിരുന്നു ദൂരദർശനുള്ള കാലം മുതലേ നമുക്ക് ശാന്തി എന്ന ഒരു സീരിയലിലൂടെ മിക്ക മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഒരു നടിയുണ്ട്, മന്ദിര ബേദി. അതുപോലെ തന്നെ അർച്ചന കവി, അവരുടെയൊക്കെ ആ ഒരു ഷമ്മി തിലകൻ പറയാതിരിക്കാൻ പറ്റില്ല. പലതരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഡോക്ടർ വേഷമാണ് ഇതിലുള്ളത്. വളരെ ഗംഭീരമായിട്ട് ആണ് ഇവരെല്ലാവരും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ മൂവി എന്തൊക്കെയാണെങ്കിലും 2025 നല്ല ഒരു മൂവിയാണ്. ഫാമിലിയെ ഒക്കെ കൊണ്ട് ചെന്നിരുന്ന് കാണാൻ പറ്റുന്ന, എല്ലാവർക്കും രസിപ്പിക്കാൻ പറ്റുന്ന. ഫോറൻസിക് എന്ന സിനിമയുടെ ഒരു ട്രീറ്റ്മെന്റിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കഥയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എങ്കിൽ ഒരു ക്രൈം, ഒരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ, എന്നാൽ സയൻസ് ഫിക്ഷൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ഒരു നല്ല ഗംഭീര സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്തൊക്കെയായാലും ഒരു ഫീൽ ഗുഡ് മൂവി ഫിലിം തന്നെയാണ് ടൊവിനോ തോമസിന്റെ ഈ ഇറങ്ങിയ ഐഡന്റിറ്റി എന്ന സിനിമ. ഇനിയും 2025 2024 കൂട്ട് തന്നെ സമ്പുഷ്ടമായ ഒരു വർഷമാവട്ടെ മലയാള സിനിമയ്ക്ക് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.